കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴും അവനിൽ ആശ്രയിക്കാൻ കഴിയുന്നതാണ് ദൈവാശ്രയത്തിന്റെ ഏറ്റവും കരുത്തുറ്റ ഒരു അനുഭവം എന്ന് പറയുന്നത്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മിണ്ടാതിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിശബ്ദനായിരിക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുകയാണോ? എന്തുകൊണ്ടാണ് ഇത്രയും പ്രതിസന്ധികളും വെല്ലുവിളികളും എന്റെ ജീവിതത്തിൽ വന്നിട്ടും ദൈവം എന്തുകൊണ്ടാണ് നിശബ്ദനായിരിക്കുന്നത്? ഇത് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് ഉയരുന്ന ഏറ്റവും ശക്തിയുള്ള ഒരു ചോദ്യമാണ്. ഇത് പലപ്പോഴും ശത്രുക്കൾ ആയുധമാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം, അല്ലെ? നമ്മൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെ ചോദിക്കാറുണ്ട്, നീ 24 മണിക്കൂർ ദൈവത്തെ ആരാധിക്കുകയല്ലേ? അവിടെയും ഇവിടെ പാസ്റ്റർമാരുടെ പ്രസംഗം കേൾക്കുകയല്ലേ? അവിടെയും ഇവിടെ മീറ്റിങ്ങുകൾക്ക് പോവുകയല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടാതിരിക്കുന്നത്? പലപ്പോഴും ദൈവം മിണ്ടാതിരിക്കുമ്പോൾ അനേക ചോദ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ കുടുംബത്തിനകത്ത് നിന്നും ബന്ധുജനത്തിന്റെ ഇടയിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. ദൈവിക നിശബ്ദതയിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് അതൊരു ഹയർ ലെവലാണ് എന്നറിയുന്നവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം ഒന്നും ചെയ്യാതിരിക്കുമ്പോഴും, ദൈവം നിഷ്ക്രിയനായിരിക്കുമ്പോഴും അവന്റെ ശക്തിയിൽ ആശ്രയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന പലരും ജീവിതത്തിൽ ദൈവം മിണ്ടാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഇടയിലും ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടെ പറയുന്നു, ദൈവം ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കർത്താവ് യേശു ക്രിസ്തു ആ പടകിൽ കിടന്ന് ഉറങ്ങുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് 1-2 തുള്ളി വെള്ളം നമ്മുടെ മുഖത്ത് വീണാൽ തന്നെ നമ്മൾ ചാടി എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ തിരമാലകൾ തള്ളിക്കയറിയിട്ടും യേശു ചാടി എഴുന്നേൽക്കുന്നില്ല എന്നുള്ളത് വാസ്തവത്തിൽ തന്നെ ശിഷ്യന്മാര് എങ്ങനെ അതിനെ അഭിസംബോധന ചെയ്യും, ആ പ്രതികൂലത്തെ അവരെങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്, ആ സമയത്ത് അവരുടെ ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്ന വാക്കുകൾ എന്താണ്, ഇതറിയാൻ വാസ്തവത്തിൽ കർത്താവ് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് മിണ്ടാതിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോളണം, നമ്മൾ എന്തുവാ ആ സമയത്ത് പറയുന്നത്, നമ്മൾ എന്താണ് ദൈവസന്നിധിയിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത്, ആ പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മൾ എന്താണ് സംസാരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ദൈവം പരിശോധിക്കുന്ന ഒരു കാര്യമാകുന്നു, ദൈവം പരീക്ഷിക്കുന്ന ഒരു കാര്യമാകുന്നു എന്ന് എത്ര പേർക്കറിയാം. ദൈവിക നിശബ്ദതയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ മുഖം എന്ന് പറയുന്നത്, ഒരു ദിവസം ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഉയർച്ചയുടെ ഒരു ദിവസത്തെ ദൈവം മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കലണ്ടറുകളിൽ ചിലപ്പോഴൊക്കെ ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതാരാനും മാറ്റി കളയാനായിട്ട് കഴിയത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ടും ആ ദിവസം എന്തോ ഒരു സവിശേഷതയുള്ള ഒരു ദിവസമാകുന്നു എന്നുള്ളതാണ്. എന്നതുപോലെ ദൈവത്തിന്റെ കാലണ്ടറിൽ ദൈവം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറിച്ചു വെച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അതിലേക്ക് എത്തുന്നത് വരെ ദൈവം നിശബ്ദനായിരിക്കും എന്നുള്ളതാണ്. ആ ദിവസത്തിലേക്ക് എത്തുന്നത് വരെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിഷ്ക്രിയനായിരിക്കും എന്നുള്ളതാണ്. ആ ദിവസം തീർച്ചയായിട്ടും എത്തും കേട്ടോ. ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ ഒരു വേദഭാഗമുണ്ട്, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുകയാണ്, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. സമയം വൈകിയാലും അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കണം, അത് വരും, അത് നിശ്ചയം.